എല്ലാവർക്കും നമസ്കാരം. ഉണ്ണിമാഷ് ക്രിയേഷൻസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്, നമുക്കറിയാം, വർഷത്തിൽ വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതിനായി 24 ഏകാദശികൾ നമ്മൾ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ വരാറുണ്ട്. 24 ഏകാദശിയിൽ ഈ ജൂലൈ 6 വരുന്ന ഏകാദശി, അത് ദേവശയനി ഏകാദശിയാണ്. അതിനെക്കുറിച്ചുള്ളൊരു വിവരണമാണ് ഇതിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. എല്ലാ മാസത്തിലെയും കൃഷ്ണപക്ഷ ഏകാദശി തിഥിയും ശുക്ലപക്ഷ ഏകാദശി തിഥിയും ലോകത്തിൻ്റെ പരിപാലകനായ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതിനായി സമർപ്പിക്കുന്നു. മംഗളകരമായ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ഈ ദിവസം ഭക്തർ ഉപവാസം അനുഷ്ഠിക്കുന്നു. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ മുൻ ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങൾ എല്ലാം നശിക്കുമെന്നാണ് വിശ്വാസം. ഈ ഏകാദശിയെ പത്മനാഭ ഏകാദശി എന്നും ഹരിശയനി ഏകാദശി എന്നും വിളിക്കുന്നു. ആഷാഢമാസത്തിലെ ഏകാദശി നാളിൽ ഭഗവാൻ ശ്രീഹരി യോഗനിദ്രയിൽ പോകുകയും തുടർന്ന് കാർത്തിക മാസത്തിലെ ദേവോത്ഥാന ഏകാദശി നാളിൽ ഉണരുകയും ചെയ്യുന്നു. മഹാവിഷ്ണു 4 മാസത്തേക്ക് നിദ്രയിലാകുന്ന സമയമാണ് ദേവശയനി ഏകാദശി. വിഷ്ണുവിന്റെ ഭാവത്തിൽ പരമശിവൻ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നു. അതുകൊണ്ട് ഇത് ചതുർമാസം എന്ന പേരിൽ അറിയപ്പെടുന്നു. ആയതിനാൽ ചതുർമാസം ആരംഭിക്കുന്നത് ശിവനെ സ്മരിച്ചുകൊണ്ടാണ്. ചതുർമാസത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ലോക പ്രശസ്തമായ ഒഡീഷയിലെ പൂരിയിലെ മഹത്തായ രഥോത്സവത്തോടൊപ്പമാണ് ദേവശയനി നടത്തുന്നത്. കൃഷ്ണ ജന്മാഷ്ടമി, ഗണേശ ചതുർത്ഥി, ശ്രാവണ സോമവാര വ്രതം, നവരാത്രി, ദീപാവലി തുടങ്ങിയ വലിയ ഉത്സവങ്ങളൊക്കെ ഈ ചതുർമാസത്തിലാണ് ആഘോഷിക്കുന്നത്. എന്നിരുന്നാലും ഈ 4 മാസങ്ങളിൽ വിവാഹ നിശ്ചയം, വിവാഹം, കുഞ്ഞിന്റെ പേരിടൽ ചടങ്ങുകൾ എന്നീ മംഗളകാര്യങ്ങൾ നടത്താറില്ല. 2025 ജൂലൈ 5 വൈകുന്നേരം 6:58 ആരംഭിച്ച് 2025 ജൂലൈ 6 രാത്രി 9:14 സമാപിക്കുന്നു. വ്രതം അവസാനിപ്പിക്കുന്ന പരാന 2025 ജൂലൈ 7 രാവിലെ 6:07 8:48 ഇടയിൽ നടക്കും. ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുക, ഉപവാസം അനുഷ്ഠിക്കുക, ദാനധർമ്മങ്ങളിൽ ഏർപ്പെടുക തുടങ്ങിയ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ ഭക്തരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ ആരാധനയിൽ ഏർപ്പെടുന്നത് അഭിവൃദ്ധി വർദ്ധിപ്പിക്കുകയും വിവിധ ശ്രമങ്ങളിൽ വിജയം കൈവരിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ദേവശയനി ഏകാദശി ദിനത്തിൽ ഭക്തർ സാധാരണയായി അതിരാവിലെ എഴുന്നേൽക്കുകയും വീടുകൾ വൃത്തിയാക്കുകയും ഭക്തിപൂർവ്വം ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.